പശ്ചിമേഷ്യയെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധം 12ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാൻ്റെ ആകാശ പരിധിയിലും സമുദ്രമേഖലയിലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇസ്രായേൽ വ്യോമസേന ശക്തമായ ആക്രമണമാണ് നടത്തിയത്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൻ സ്ഫോടനങ്ങളുണ്ടായി. ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളെയും തന്ത്രപ്രധാന മേഖലകളെയും ലക്ഷ്യമിട്ടാണ് ഇപ്പോഴത്തെ പുതിയ ആക്രമണങ്ങൾ. സഖ്യകക്ഷികളുടെ ആക്രമണത്തിന് മിസൈലുകൾ വഴിയാണ് ഇറാൻ തിരിച്ചടി നൽകുന്നത്. സെൻട്രൽ ഇസ്രായേലിലേക്ക് മിസൈലുകൾ പായുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കൂടാതെ ബഹ്റൈനിലെയും ഇറാഖി കുർദിസ്ഥാനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് ശക്തമായ ആക്രമണം നടത്തിയെന്ന് ഇറാനി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. തങ്ങളുടെ പടക്കപ്പൽ മുക്കിയതിന് അമേരിക്കയ്ക്കെതിരെ കടുത്ത ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചത്. രക്ഷാപ്രവർത്തനം പോലും തടസ്സപ്പെടുത്തിയ അമേരിക്കയുടെ നടപടി നാസികളേക്കാൾ ക്രൂരമാണെന്ന് ഇറാൻ ആരോപിച്ചു. യുദ്ധം കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ്റെ ഡ്രോൺ ആക്രമണങ്ങളെ നേരിടാൻ ഉക്രൈൻ സേന എത്തുമെന്നാണ് സെലൻസ്കി അറിയിച്ചത്. ഇറാനിയൻ ഡ്രോൺ ഭീഷണികളെ നേരിടാൻ ഉക്രൈനിൽ നിന്നുള്ള സൈനിക വിദഗ്ധർ ഗൾഫിലേക്ക് എത്തും. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇറാനിയൻ നിർമ്മിത ഡ്രോണുകളെ വിജയകരമായി പ്രതിരോധിച്ച അനുഭവ പരിചയമുള്ള ഉദ്യോഗസ്ഥരാണ് ഈ മേഖലയിലേക്ക് നിയോഗിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ സൈനികർക്ക് ഡ്രോൺ പ്രതിരോധത്തിൽ ഉക്രൈൻ സംഘം അത്യാധുനിക പരിശീലനം നൽകും. ഡ്രോണുകളെ വെടിവെച്ചിടാനുള്ള ആധുനിക സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനും റഡാർ സിഗ്നലുകൾ കൃത്യമായി തിരിച്ചറിയുന്നതിനും ഇവർ നേതൃത്വം നൽകും. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവ ഉടൻ നീക്കണമെന്ന് ഇറാനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. എത്രയും വേഗം മൈനുകൾ എടുത്തു മാറ്റണമെന്നും അല്ലെങ്കിൽ സമാനതകളില്ലാത്ത സൈനിക നീക്കം നേരിടേണ്ടി വരുമെന്നുമാണ് ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ പ്രതികരിച്ചത്. കരീബിയൻ കടൽ മേഖലയിൽ മയക്കുമരുന്ന് കടത്തുകാരുടെ ബോട്ടുകൾ തകർക്കാനായി വിന്യസിച്ചിരിക്കുന്ന അതേ സംവിധാനങ്ങൾ തന്നെ ഈ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്കും ബോട്ടുകൾക്കും നേരെ പ്രയോഗിക്കും. അത് വളരെ ക്രൂരമായിരിക്കും, സൂക്ഷിച്ചോളൂ എന്ന് ട്രംപ് ഭീഷണിയും മുഴക്കി. എന്നാൽ ഇറാൻ്റെ ലാരിജാനി പറയുന്നത് ഇതിലും വലിയ ആളുകൾക്ക് പോലും ഇറാനെ തകർക്കാൻ കഴിയില്ല എന്നാണ്. നിങ്ങൾ സൂക്ഷിക്കണം, ഇറാനെ തകർക്കുന്നതിനിടെ സ്വയം തകരാതെ നോക്കൂ എന്നും ലാരിജാനി എക്സിൽ കുറിച്ചിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പറഞ്ഞു. തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിച്ചാൽ കണ്ണിന് കണ്ണ് എന്ന സമീപനം സ്വീകരിക്കുമെന്നും ഏതൊരു ആക്രമണത്തിനും ആനുപാതികമായി ഉടനടി തിരിച്ചടി നൽകുമെന്നും സമൂഹമാധ്യമ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കി.